ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. പൊതുവെ കൊച്ചച്ഛന്മാരായി കഴിയുമ്പോൾ ഇടവകയിലിട്ട് പോകുന്നതിന് മുൻപ് ചില ഉപദേശങ്ങൾ ലഭിക്കാറുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഇപ്രകാരമുള്ളതാണ്: വികാരിച്ചൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ മതി, പിന്നെ ജീവിതം കുറച്ച് എളുപ്പമായിക്കൊള്ളുമെന്ന്. ഞാൻ ആദ്യമായിട്ടിരുന്നത് സെൻറ്റ് മൈക്കിൾസ് പള്ളിയിലാണ്. അവിടുത്തെ ടൈറ്റസ് അച്ഛൻ്റെ കീഴിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ചേട്ടൻ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നു. അപ്പോൾ അയാൾ പള്ളിയോട് എത്ര അടുപ്പമില്ലാത്ത ഒരാളായതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എനിക്കൊരല്പം മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പയ്യെ ഒന്ന് വലിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ടൈറ്റസിനെ മനസ്സിലാക്കി എന്നോട് പറഞ്ഞു, അച്ഛാ അതങ്ങനെ എഴുതി കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ പള്ളിയിലൂടെ എതിർത്ത് നിൽക്കുന്ന ഒരാളാണ്, അപ്പോൾ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, അതങ്ങനെ എഴുതി കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ മനസ്സോടു കൂടിയാണ് അന്ന് ആ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തത്. പിന്നീടാണ് അറിഞ്ഞത് യഥാർത്ഥത്തിൽ അയാൾ വന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആയിരുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാനായിലെ അത്ഭുതമാണ് നാം വായിച്ചു കേൾക്കുക. ഒരുപാട് പ്രത്യേകതയുള്ള സുവിശേഷമായിട്ടാണ് അത് അറിയപ്പെടുക. എന്നാൽ കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം, ശിഷ്യന്മാരോടൊത്തുള്ള ആദ്യത്തെ അത്ഭുതം, മാതാവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന അത്ഭുതം, ഏറ്റവും ഒടുവിലായി അധികമാരും അറിയപ്പെടാനാവാതെ പോകുന്ന ഒരത്ഭുതം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മനോഹരമായ ഒരു വാക്യമായിട്ട് എനിക്ക് തോന്നിയത് മറിയം പറയുന്ന ഒരു ഡയലോഗാണ്: അവൻ പറയുന്നത് കേൾക്കുവിൻ. അതെ, അവൻ പറയുന്നത് കേൾക്കുവിൻ. പലപ്പോഴും അവൻ പറയുന്നത് കേട്ടുപോകാൻ നമുക്കൊരല്പം ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള പ്ലാനും പദ്ധതികളുമെല്ലാം ഉണ്ട്. അതിനിടയിൽ മറ്റൊരാളെ വിളിച്ച് കയറ്റി അതിനിടയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് നാം ഓരോരുത്തരും. അതിനിടയിലാണ് മറിയത്തിൻ്റെ ഒരു ഡയലോഗ് വളരെ പ്രധാനപ്പെട്ടതായി കടന്നു വരിക: അവൻ പറയുന്നത് കേൾക്കുവിൻ. വിശുദ്ധീകരണത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ഇങ്ങനെ അവൻ പറയുന്നത് കേട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ സക്സസ്ഫുള്ളായി മാറുന്നത് നാമും കണ്ടുമുട്ടുന്നുണ്ട്. ആദ്യമായി തന്നെ എടുക്കുന്നത് അബ്രഹാത്തിനെ തന്നെയാണ്. ഓർക്കുക, ഹാരാം എന്ന പ്രദേശത്ത് സ്വസ്ഥമായി വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ അവൻ്റെ വാക്ക് കേട്ട് വേറൊരു ദേശത്തേക്ക് യാത്ര ചെയ്യാവുകയാണ്, കാനാൻ ദേശം. ഒടുവിൽ സഹോദരൻ നല്ല പ്രദേശം തിരഞ്ഞെടുക്കുമ്പോഴും ഇയാൾ തിരഞ്ഞെടുക്കുന്ന പ്രദേശം ഒരല്പം കുന്നുകളും മലകളും ഉള്ളതാണെങ്കിലും പിന്നീട് ആ പ്രദേശം അറിയപ്പെടുക തേനും പാലും ഒഴുകുന്ന നഗരമെന്നാണ് അറിയപ്പെടുക. ഇനിയുമുണ്ട് യൂദിത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഹോളോഫർണസ് എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ ഇസ്രായേൽ ജനത്തിനെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ പലരും പേടിച്ചു വിരളുന്നതായി നാം കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീയാകട്ടെ അവൻ്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി കാത്തിരുന്ന് അതിനുവേണ്ടി തയ്യാറെടുത്ത് അവൻ പറയുന്ന സമയത്ത് ഇറങ്ങി തിരിച്ച് വിജയശ്രീലാളിതയെ തിരിച്ചു വരുന്നതായി നാം കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹിതരെ, എല്ലാ ദിവസവും വചനം വായിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ പോലും, ചില സന്ദർഭങ്ങളിലല്ല എപ്പോഴും അവൻ്റെ വാക്ക് കേട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്? കാരണം പലപ്പോഴും നാം നമ്മുടേതായ പ്ലാനും പദ്ധതിയുമൊക്കെ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പദ്ധതിക്കല്ല, അവൻ്റെ വാക്കുകൾക്കായി ചെവിയോർക്കാം. കാരണം നമ്മുടെ മുൻപിൽ ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ഏതു കാര്യങ്ങളും ഐ ആം പോസിബിൾ എന്ന് പറയുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ള കാര്യം മറന്നുപോകുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ. രോഗങ്ങൾ വന്നോട്ടെ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നോട്ടെ, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നോട്ടെ, അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്ന, അതെല്ലാം പോസിബിളാക്കുന്ന ഒരു മനുഷ്യൻ, ഒരു അവൻ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നാം തിരിച്ചറിയാനാവാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. അതിനാൽ അവൻ്റെ ഹിതത്തിനൊത്ത് ജീവിക്കാനായി ശ്രമിക്കാം. മറിയത്തിൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും മുഴച്ചു നിൽക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അവൻ പറയുന്നത് കേട്ട് ജീവിക്കാനായി ശ്രമിക്കാം. അവസാനിപ്പിക്കുകയാണ്. തോമസ് ആൽവ എഡിസൻ്റെ ജീവിതകഥ വായിക്കുമ്പോൾ അതിലൊരു മനോഹരമായ സംഭവം ഇപ്രകാരമാണ്: അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല കത്തി അമരുന്നതായി നാം വായിക്കുന്നുണ്ട്. അത് കണ്ട് തോമസ് ആൽവ എഡിസൺ തൻ്റെ മക്കളെയും ഭാര്യയും കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. ഭാര്യ അത് കണ്ട് ഏകദേശം 3-4 മാസത്തോളം ഡിപ്രഷനിലായി പോയി എന്നാണ് പറയപ്പെടുക. തോമസ് ആൽവ എഡിസൺ ഒരു ദൈവവിശ്വാസമായിട്ട് അറിയപ്പെടുന്നില്ല, പക്ഷേ അയാൾക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. പിന്നീട് അയാളുടെ ജീവിതത്തിൽ അയാൾ പറയുക, ആ കത്തി അമറുന്നത് തൻ്റെ നഷ്ടങ്ങളാണെന്നും ഇനിയുള്ള ജീവിതം തൻ്റെ പുതിയൊരു വെളിച്ചമാണെന്നും അയാൾ വെളിവാക്കപ്പെടുന്നുണ്ട്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലും ചില കഷ്ടപ്പാടുകളും ചില ഇമ്പോസിബിൾ സിറ്റുവേഷൻസൊക്കെ കടന്നു വന്നേക്കാം. പക്ഷേ ഓർക്കുക, ആ ഇമ്പോസിബിൾ സിറ്റുവേഷൻ കടന്നു വന്നാലും, എത്ര ദുഷ്കരമായ പ്രവൃത്തികൾ മുന്നിലോട്ട് വന്നാലും ഓർക്കുക, അവിടെ എല്ലാം പോസിബിളാക്കാൻ കഴിവുള്ള അവൻ്റെ വാക്കുകൾക്ക് ചെവിയോർക്കുവാനായി പരിശ്രമിക്കാം. അബ്രഹാം അവൻ്റെ വാക്കുകൾക്ക് ചെവിയോർത്തതുകൊണ്ട് അവൻ അനേകം സന്തതിയുടെ പിതാവായിട്ട് മാറി. ഇനി യൂദിത്താകട്ടെ അവൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാനായി സാധിച്ചു. അങ്ങനെയെങ്കിൽ നമുക്കും എന്തുകൊണ്ട് അവൻ്റെ വാക്ക് കേട്ടുകൂടാ? അവൻ്റെ വാക്ക് കേട്ട് ജീവിക്കാം. ഓർക്കുക, വെറും ശുദ്ധീകരണത്തിലുള്ള പച്ചവെള്ളം നിറച്ച കൽഭരണികളാണ് വീഞ്ഞു നിറഞ്ഞ തോൽക്കുടങ്ങളായിട്ട് അവൻ മാറ്റിയത്. അതിനാൽ പച്ചവെള്ളം നിറച്ച നമ്മുടെ ഹൃദയത്തെയും വീഞ്ഞു നിറഞ്ഞ വീര്യം കൂടിയ മറ്റുള്ളവർക്ക് മധുരമേകുന്ന നല്ല വീഞ്ഞുള്ള ജീവിതമാക്കി മാറ്റാൻ ശ്രമിക്കാം.
പക്ഷെ അതിനായി അവൻ്റെ വാക്ക് കേൾക്കണമെന്ന് മാത്രം. അതിനാൽ അവൻ്റെ വാക്ക് കേട്ട് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.